അപ്പോൾ ഞാൻ ഇന്നൊരു DIY ക്യാരറ്റ് നൈറ്റ് ക്രീമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല റിസൾട്ട് നമുക്ക് നൽകും. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഒരു മാസത്തോളം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷെയ്ഡിങ്ങളും കൂടാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറായിട്ടുള്ള അത്രയും മതി അതിന് കേട്ടോ സമയം. പിന്നെ വെച്ചിട്ടുള്ളത് ക്യാരറ്റാണ്. ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ളൂ. അതൊന്ന് നമുക്ക് നല്ലോണം മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ ചാറ് മാത്രം എടുക്കണം കേട്ടോ, അരിച്ചിട്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് അത് നല്ലപോലെ അരിച്ചെടുക്കാം. നല്ലോണം അരിച്ചിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രീമി കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു സ്പൂണിൻ്റെ എന്താ പറയുക 3/4 സ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ അത് എന്താ പറയുക കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നല്ല പോലെ നമ്മളത് മിക്സ് ആക്കുക കോൺഫ്ലവർ. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ഏറ്റവും കുറവ് തീയിലൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക കട്ടയാവാനുള്ള സാധ്യതയുണ്ട്, ക്രീം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ട ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമ്മൾ ഇത് നിർത്തുക കേട്ടോ. കാരണം നമുക്കിനി അരി അരച്ചതും കൂടെ അതും കൂടെ ഒന്ന് മിക്സ് ആക്കാനുള്ളതാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക, ഒന്ന് തണുക്കട്ടെ. ഈ സോക്ക് ചെയ്യാൻ വെള്ളം തന്നെയാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. എന്നിട്ടത് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു റൈസ് വാട്ടറിൻ്റെ ജ്യൂസ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചെറുതീയിൽ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇത് കുറച്ച് മതി, നമുക്ക് ക്യാരറ്റാണ് കുറച്ച് അധികം വേണ്ടത്. അതുകൊണ്ടാണ് 2 സ്പൂണ് മാത്രം നമ്മൾ അരി എടുത്തിട്ടുള്ളത് കേട്ടോ. അതാ സംഭവം നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നല്ലോണം തിക്കാവാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ ഒരു പരുവം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. രണ്ടും കൂടെ മിക്സ് ആക്കാനുള്ളതാണ്. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ക്രീമിലേക്ക് അരിയുടെ ക്രീമും കൂടി നമ്മളൊന്ന് ചേർക്കുകയാണ് കേട്ടോ. നല്ലോണം അങ്ങോട്ട് മിക്സാക്കാം. 2 എന്താ പറയുക കൂട്ടും കൂടെ നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ. ഈ നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റിൽ ബീറ്റാ കരോട്ടീൻ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖം എന്താ പറയുക നല്ല ബ്രൈറ്റൻ ആവാനും മെലാനിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഈ ഒരു ക്യാരറ്റ്. പിന്നെ കോൺഫ്ലവർ ആയാലും അതെ, നമ്മുടെ മുഖത്ത് വരുന്ന സോറിയാസിസ് അതുപോലെ എക്സിമ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. അതുപോലെ വരണ്ട ചർമ്മമൊക്കെ ഇല്ലാതാക്കും കേട്ടോ. പിന്നെ അരിപ്പൊടിയുടെ കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം ഏറ്റവും നല്ല ബെനിഫിറ്റുള്ളൊരു സംഭവമാണ് ഫേസിന് ഈ അരിപ്പൊടി അല്ലെങ്കിൽ അരി റൈസ് വാട്ടർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ചെരുവും കൂടെ ചേർക്കാനുണ്ട്. ഒന്ന് ഈ ക്യാപ്സ്യൂളാണ്, പിന്നെ കുറച്ച് അലോവേര ജെല്ല് കേട്ടോ. ഒരു ഈ ക്യാപ്സ്യൂളാണ് ചേർക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവേര ജെല്ലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല മഞ്ഞളാണെന്നുണ്ടെങ്കിൽ നാടൻ മഞ്ഞളാണെങ്കിൽ അത് ചേർക്കാം. ഇത് നമുക്ക് ഓപ്ഷണലാണ്, ഒഴിവാക്കുന്നവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എനിക്ക് മഞ്ഞൾ കൊണ്ട് വേറെ അലർജി കാര്യങ്ങളൊന്നും വരാറില്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ആക്കാം. അത്രയും ക്രീമിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്നുകൂടെ ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് മിക്സ് ചെയ്യേണ്ട കാരണമാണ് ഇങ്ങനത്തെ കുറച്ച് ലൂസായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ടിയാവട്ടെ കേട്ടോ. ഒന്ന് കട്ടി നല്ലപോലെ തിളച്ചിട്ട് ആ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടിയാവും കേട്ടോ. എന്നിട്ട് നമുക്കൊരു സാധാ ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ അതാ നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബോട്ടിൽ കുറച്ച് വലുതായി പോയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഏതാണോ ഒരു കുഞ്ഞു പാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലാക്കി എന്താ പറയുക എയർ ടൈറ്റ് ആയിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മാസം വരെ ഇത് സൂക്ഷിക്കാം കേട്ടോ. ഒരു 2 ക്യാരറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടാവും. ഞാൻ 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഇത് നമ്മൾ ഡെയിലി നൈറ്റ് നമ്മുടെ മുഖത്ത് പുരട്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് കാലത്ത് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. എന്താ പറയുക ബാറ്റി ഊറുമ്പോൾ ഒന്നും ധരിക്കൊന്നുമില്ല. നമുക്ക് ഒരു 2 ഡേയ്സിലെല്ലാം നമുക്ക് നല്ല പോലെ ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയാണ് ആയിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യത്തിന് വിസിബിളായിട്ട് റിസൾട്ട് കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. 1 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. പിന്നെ ഇതിൽ വേറെ യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ. പറ്റുള്ളവരുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ.